എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഇത് ബുദ്ധി എന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. പിന്നെ വന്നൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകണമെന്നാണ് തോന്നുന്നത്. അല്ലേ? പക്ഷെ ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വരുന്ന ഓരോ ഗസ്റ്റിനനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തമല്ല. ഇതിന് അവസരം മുതലാക്കുക എന്ന് പറയും. ഞാൻ ആപ്റ്റാണ്. കാരണം എന്തുകൊണ്ടും ഗസ്റ്റ് വരുമ്പോൾ എന്റെ മോഹൻലാൽ ആപ്റ്റാണ്. പക്ഷേ നിന്റെ രൂപം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല വിജയ. ഇത് എന്താണ് വിജയ? ഇത് ഈ വേഷപ്പകർച്ച എനിക്ക് മനസ്സിലാവില്ല. ഇത് കണ്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് പ്രസന്റ് വേഷത്തിന് സ്കൂളിൽ 1ാം സമ്മാനം കിട്ടിയതായിരിക്കും. ഏത് വേഷത്തിന്? മംഗോളിയൻ കുരങ്ങ്. അപ്പൊ കോസ്റ്റ്യൂം മേക്കപ്പ് ഇല്ലായിരുന്നു? കോസ്റ്റ്യൂം ഇല്ലായിരുന്നു. അത് എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ട് ഫസ്റ്റ് കിട്ടിയത്. അല്ലെങ്കിൽ സെക്കൻഡ് പോലും കിട്ടൂലായിരുന്നു. പഴയ കോമഡിയാണ്. ഇവിടെ പോകും. അല്ല, അത് പോട്ടെ. ഇപ്പൊ അത് കുടന്നാക്കുന്നത് പോട്ടെ. അതല്ല, നോക്കുമ്പോ എന്നെ കാണുമ്പോ എന്ത് തോന്നുന്നു? നിന്നെ കാണുമ്പോഴാ സർവേക്കറ്റിൽ കൊക്കു ദൂരി കണക്കിരിക്കുന്നു. ഭയങ്കര സംഭവം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ വേഷവും ചേരും. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നെ കാണുമ്പോ അണ്ടാവിൽ കയ്യില് കഴുകാൻ വിരിച്ചിട്ടേക്കുന്ന പോലെ എടാ വിജയ, നീ വെറും കോൺസ്റ്റബിൾ ആണ്. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ബികോം ഫസ്റ്റ് ക്ലാസ്. സൂക്ഷിക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അതെ, പിന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക, നിറച്ച് വെള്ളം കുടിക്കുക, രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പുവെള്ളം ഇങ്ങനെ ആക്കിയിട്ട് തുപ്പിയാൽ മതി. ഇത് വന്നാൽ പോലെ 8 ദിവസം കഴിഞ്ഞപ്പോൾ ചുണ്ടുകൊട്ടല്ലോ. ബി കോംപ്ലക്സ് അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ്. ബികോം ഫസ്റ്റ് ക്ലാസ്. നിന്റെ കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നിയത്. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ ഞാൻ ഇവിടെ കിടക്കുന്നു, ഒരു പീഡിക്കാരനായ നീ ഇവിടെ കിടക്കുന്നു. രണ്ടുപേരും കിടക്കുന്ന ഒരു കീറപ്പായിലാണ്. നീ അങ്ങോട്ട് ചരിഞ്ഞു കിടക്കും, ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കും. എടാ വിജയ, നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് അറിയാലോ? നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ നമ്മൾ ആ കേസ് അന്വേഷിക്കുന്നു, നമ്മൾ അതുപോലെ തിരിച്ചു പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. ഓക്കെ? അതാണ് എടുത്തോ തലേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുടറിപ്പയറേ, കുടറിപ്പയറേ, കുടറിപ്പയറേ. ഹലോ ചേട്ടാ, ഒരു പിടി പയർ വേണം. അതങ്ങനെ തോന്നിയല്ലേ? അതങ്ങനെയല്ല. അത് കുടറിപ്പയറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടറിപ്പയറേ. അപ്പൊ ചേർത്ത് പറയുമ്പോ കുടറിപ്പയറേ. ഈ കോമഡി സിന്ധു നദിയുടെ സംസ്കാരത്തിലുള്ള കോമഡിയാണ്. ഇത് എവിടെ നിന്നാണ് കുഴിച്ചെടുത്തത്? അല്ല, ഇത് ഈ സ്കിറ്റിന് ഇത് ആപ്റ്റാണ്. ഇപ്പൊ അടിക്കാൻ പറ്റില്ല, പിന്നെ അടിക്കാൻ പറ്റില്ല. ഈ ബുദ്ധി എന്താ നിനക്ക് നേരത്തെ തോന്നാത്തത്? ഈ ബുദ്ധി ഫ്ലവേഴ്സിനാണ് തോന്നേണ്ടത്. നമുക്ക് സ്കിറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് തരുമ്പോഴേ കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയ പോലെ കൗണ്ടറും കൂടെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ കൊച്ചി കലാമോന്റെ കൗണ്ടർ ഇതുപോലെ എടുക്കേണ്ടി വരും. ഞാൻ പറയണ കേട്ടാ, നീ കോൺസ്റ്റബിൾ, നീ തലേ കയറണ്ട. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എവിടെ? കുട നന്നാക്കാനുണ്ട്. ആദ്യം നിന്റെ തല പോയി നന്നാക്കുക, അതിനുശേഷം കുട നന്നാക്ക കേട്ടാ. അതായത് നീ തല നന്നാക്കിയിട്ട് കുട നന്നാക്കിയാൽ മതി. കാരണം തലയില്ലാത്ത കുട വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല. നടക്കുമെന്ന് തോന്നില്ല, നന്നാവൂല. അല്ലല്ലേ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കണ എത്ര രൂപ? അത് പറഞ്ഞുതരാം. 500 രൂപയും 50 രൂപ GST വിത്ത് 550 രൂപ GST ഉണ്ട്. ഇടാ, ഒരു കുടക്ക് 350 രൂപയുള്ളൂ. അപ്പൊ 500 രൂപയ്ക്ക് എങ്ങനെയാ കുട നന്നാക്കി കൊടുക്കുക? ദാസാ, നമ്മളല്ലേ നന്നാക്കുന്നത്. അതുകൊണ്ട് പുതിയ കുട മേടിച്ചു കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ഓട്ടോ ചാർജ് കൂടെ കൊടുക്കേണ്ടി വരും. നീ ചെറുതായിട്ട് നാടകമാവുന്നു. കുട നന്നാക്കാനുണ്ടോ? ഞങ്ങൾ കുട നന്നാക്കാൻ വന്ന 2 മലയാളി സഹോദരങ്ങളാണ്. അല്ല, നിങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആഫ്രിക്കൻ ആണല്ലേ? എന്ത് പറ്റിയടാ? ഇവറ്റകളുടെ ശബ്ദം കേൾക്കാൻ എന്ത് സുന്ദരം, എന്ത് സംഗീതാത്മകം. എടാ, ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാത്തത്? ഇത് നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. ഇത് ഫ്ലവേഴ്സിനാണ് തോന്നേണ്ടത്. ആദ്യം ഈ കിഴങ്ങുകളെ കാളകളെ പറഞ്ഞു വിട്ടിട്ട് നല്ല പുതിയ ആർട്ടിസ്റ്റുകൾ ഇറക്കുക. ഫ്ലവേഴ്സിനാണ് ആ ബുദ്ധി തോന്നേണ്ടത്. നമുക്ക് തോന്നിയിട്ട് യാതൊരുവിധ കാര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സംഗീതാത്മകമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് കിട്ടും. ഐശ്വര്യത്തിന്റെ സ്റ്റയർ മുഴങ്ങും പോലെ ഇരിക്കും. നമ്മളിപ്പോ വന്നത് ഇതിലല്ലോ. അല്ല, നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. കുട നന്നാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ കുട തന്നു കഴിഞ്ഞാൽ നമ്മൾ കുട നന്നാക്കിയിട്ട് നമ്മൾ രഹസ്യങ്ങൾ ചോർത്തുന്നു. ഓക്കെ? തടിയെ കുറിച്ച് അന്വേഷിക്കും. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? 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 കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട റിപ്പയർ. അത് പോവില്ല. എങ്കിൽ കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? നമസ്കാരം. നമ്മൾ കുട നന്നാക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. എന്റെ പേര് വിനോദും, ഇത് സ്റ്റീവനും. എന്റെ അച്ഛന്റെ പേര് ശശി എന്നാണ് പറഞ്ഞത്. എടാ വിജയ, നീ വീണ്ടും വീണ്ടും മണ്ടനാണ് തെളിയിച്ചിരിക്കുകയാണ്. എന്താണ് ദാസ? നമ്മളെ പേര് ബഷീർ, നമ്മള് കബീർ. നമ്മള് ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. അത് പറയണ്ട, ഗുളി കഴിച്ചാൽ മാറും. അത് വിഷയം ഗുളി കഴിച്ചാൽ മതി. ബി കോംപ്ലക്സ് അല്ല, ബികോം ഫസ്റ്റ്. നമ്മൾ ബികോം ഫസ്റ്റ് ക്ലാസ് കുട നന്നാക്കാനാണ്. ഇത് പ്രീ ഡിഗ്രി ഫെയിൽ ആണ്. അപ്പൊ കുട നന്നാക്കാനുണ്ടെങ്കിൽ കുട നന്നാക്കി നമ്മൾ തരും. കരിയും തരും.
തരും. കരീമ നിങ്ങൾ കൊള്ളാം. നിങ്ങള് കൂടെ നന്നാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും നന്നാക്കി തരും. നന്നാക്കി തരും. ഉണ്ടല്ലോ. നന്നാക്കും, രക്ഷപ്പെട്ടു. നന്നാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞത്. ഒരു കുട ആദ്യം തരാം. മതി മതി മതി. മതി മതി മതി. ഒരു കുട പിന്നെയും കൂടെ എന്നാണല്ലോ. അതെ അതെ കൊള്ളാം കൊള്ളാം. നമ്മൾ പറ്റിയ സ്ഥലത്താണ് തമാശ പറയുന്നു. മിക്കവാറും വാലും മുറിച്ച് പോകും. അതെ അതെ. നിങ്ങൾ നന്നാക്കി. നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്കി. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങളാണല്ല ഭയങ്കര ഡയലോഗ് ഗഗ്കൾ നന്നാക്കി. അല്ല നിങ്ങളല്ലേ ബികോ ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾ എന്നാക്കി. അല്ല ഫസ്റ്റ് ക്ലാസ് കുട നന്നാക്കൂല. നിങ്ങൾക്കാണല്ലോ കുട നന്നാക്കാൻ ലുക്ക്. അല്ല നിങ്ങൾ എന്നാക്കിയാൽ ശരിയാവും. അല്ല ഇതിന് പിടിയില്ല. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല ഇതിന് പിടിയില്ല. അല്ല കരിയുമ്പോ നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്ക്. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്ക്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കുട ഇങ്ങ് തരും, ഞാൻ നന്നാക്കി തരാം. അല്ല ഇത് വേറെ സ്ഥലത്ത് നന്നാക്കാൻ തന്നതാണ്. ഇത് നന്നാവൂല. നന്നാവില്ല. ഒട്ടും നന്നാവൂല. ഇല്ലേ കുട. അല്ല നിങ്ങൾ എന്നാക്കി. അല്ല നിങ്ങൾ നന്നാക്കി. അല്ല നിങ്ങൾ എന്നാക്കി. നിങ്ങൾ നന്നാക്കി. നിങ്ങൾ എന്നാക്കി. ഇതിന്റെ പിടിയില്ലെന്ന്. നിങ്ങൾ നന്നാക്കി. നിങ്ങൾ എന്നാക്കിയാലേ ശരിയാവുള്ളൂ. നിങ്ങൾ നന്നാക്കി.